മക്ക ഹജ്ജ് ആ പ്രദേശത്ത് മാത്രമല്ല, ഇതുപോലെ നമ്മളെ ഡൽഹിയിലുള്ള പള്ളിയിൽ പോലും ഇത് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്, പല പള്ളിയിൽ. പിന്നെ മദ്രസ പീഡനത്തിൻ്റെ കഥ നമ്മൾ പറയണ്ടല്ലോ, അത് വേറെയുണ്ട്. എന്തു തന്നെ ആയാലും ഇത് നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒന്നുമില്ല, ഞാൻ നുണ പറയുന്നതാണ് എന്ന ചിന്ത ആരെങ്കിലും കലശലായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. മോസ്ക് മീ ടു എന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൻ്റെ അടിയിൽ വരുന്ന വാർത്തകൾ നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തരാം. അല്ലാതെ എന്നെ തെറി വിളിച്ച് നടന്നതുകൊണ്ട് ഇസ്ലാം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇസ്ലാമിലെ വ്യക്തികൾ ചെയ്തു കൂട്ടുന്ന പോക്കിരിത്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇസ്ലാമിനെ രക്ഷിക്കാനും കഴിയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള യഥാർത്ഥത്തിലുള്ള ധാർമ്മികതയല്ല. അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു CCTV ക്യാമറ എഫക്റ്റ് മാത്രമേ ഉള്ളൂ ഇസ്ലാമിന്. ആ ക്യാമറ ഓഫാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ തെറ്റിലും ഏർപ്പെടും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളൊരു ധാർമ്മികതയല്ല. ക്യാമറ ഇല്ലെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ അത് ചെയ്യേണ്ടതേ ചെയ്യൂ എന്നൊരു ബോധം